ജൂൺ 22 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: നോളയിലെ വിശുദ്ധ പൗളിനൂസ്, വിശുദ്ധ ജോൺ ഫിഷർ, വിശുദ്ധ തോമസ് മൂർ, വിശുദ്ധ ആറോൺ, വിശുദ്ധ ആൻബൻ, വിശുദ്ധ കൺസോർഷ്യ, വിശുദ്ധ എബർഹാർഡ്. വിശുദ്ധ തോമസ് മൂർ 1477 1535 കാലഘട്ടത്തിലാണ് വിശുദ്ധ തോമസ് മൂർ ജീവിച്ചിരുന്നത്. തോമസ് മൂർ ലണ്ടനിൽ ജനിച്ചു. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് കാർഡിനൽ മോർട്ടന്റെ സംരക്ഷണത്തിൽ വിദ്യാഭ്യാസം നടത്തി. ഓക്സ്ഫോർഡിൽ അദ്ദേഹം 2 കൊല്ലം പഠിച്ചു. 2 കൊല്ലത്തെ പരിശീലനത്തിന് ശേഷം അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടു. 1529 ഹെൻറി 8 തോമസ് മൂറിനെ ലോർഡ് ചാൻസലർ ഓഫ് ദി എക്സ്ചെക്കറായി നിയമിച്ചു. കാതറിനെ ഉപേക്ഷിച്ച് ആൻബോളിനെ വിവാഹം കഴിക്കാനും ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയുടെ പരമാധികാരിയായി തന്നെ പ്രഖ്യാപിക്കാനുമുള്ള ഹെൻറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് 1532 തോമസ് മൂർ തന്റെ ഉദ്യോഗം രാജിവെച്ചു. ഇംഗ്ലണ്ടിലെ രാജാവാണ് ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരി എന്ന് സത്യം ചെയ്യാൻ തോമസ് മൂർ തയ്യാറാകാഞ്ഞതിനാൽ 1534 അദ്ദേഹം ടവർ ഓഫ് ലണ്ടനിൽ അടയ്ക്കപ്പെട്ടു. ഭാര്യ ചെന്ന് രക്തസാക്ഷിത്വത്തിൽ നിന്ന് പിന്മാറാൻ ഭർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജാവിന്റെ പരമാധികാരം താങ്ങി സത്യം ചെയ്താൽ എത്ര വർഷം കൂടി ജീവിക്കാൻ കഴിയും? മൂറിന്റെ 4 മക്കളിൽ ഏറ്റവും മൂത്തവളായിരുന്ന മേരി റോപ്പർ അപ്പച്ചന്റെ മുമ്പിൽ ചെന്ന് കരഞ്ഞു നോക്കി. 15 മാസം ജയിലിൽ കിടന്ന് ക്ഷീണിതനായിരുന്ന തോമസ് മൂർ കഴുകുമരത്തിലേക്ക് കയറുമ്പോൾ പറഞ്ഞു, മുകളിലേക്ക് കയറാൻ എന്നെ ഒന്ന് സഹായിച്ചേക്കൂ, കീഴോട്ട് ഞാൻ തന്നെ പോന്നുകൊള്ളാം. ഒരു തമാശയും കൂടി ആ ശോകവേളയിൽ മൂർ പറഞ്ഞു. മഴുകൊണ്ട് ആരാച്ചാർ കഴുത്ത് വെട്ടാൻ തുടങ്ങിയപ്പോൾ താടിമീശ പകുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം ഉരിയാടി. ഈ താടിമീശ വെട്ടിമുറിക്കല്ലേ, അത് രാജ്യദ്രോഹം ചെയ്തിട്ടില്ല. 1535 ജൂൺ 6 തീയതിയായിരുന്നു തോമസ് മൂറിന്റെ ജീവിത നാടകത്തിന്റെ സമാപ്തി. 1886 ഡിസംബർ 29 ലിയോ 13 മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനെന്നും 1935 മെയ് 19 പിയൂസ് 11 മാർപ്പാപ്പ വിശുദ്ധനെന്നും ജൂബിലി വർഷമായ 2000 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ രാഷ്ട്രീയ നേതാക്കളുടെ മധ്യസ്ഥനെന്നും തോമസ് മൂറിനെ പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം. മൂർ ഒരു സാഹിത്യകാരനും തികഞ്ഞ അഭിഭാഷകനും കുർബാനയ്ക്ക് ദിനംപ്രതി ശുശ്രൂഷിച്ചിരുന്ന അൽമായനും ദരിദ്രരുടെ സ്നേഹിതനും ഒരു ഉത്തമ കുടുംബനായകനും ഒരു ഫലിത സമ്രാട്ടുമായിരുന്നു. വിശുദ്ധർക്ക് ഫലിതം നിഷിദ്ധമല്ല. ദൈവത്തിന്റെ കാരുണ്യത്താലും ശക്തിയാലും ഞാൻ മനസ്സാക്ഷിക്കെതിരായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് മൂർ പറഞ്ഞിട്ടുള്ളത്. നാം എല്ലാം പ്രതിബദ്ധത പുലർത്തേണ്ടതായ ഒരു ലക്ഷ്യമാണിത്. വിശുദ്ധനായ തോമസ് മൂറെ ലോക സമാധാനത്തിന് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.